ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നും സ്വന്തം പുണ്യാളൻ നമ്മൾ ടീസറിൻ്റെ റിയാക്ഷൻ ചെയ്തിരുന്നു. ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. 2 മിനിറ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് കാണാം. പടം നമുക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു പടമാണ്. കാരണം അതിൻ്റെ സബ്ജക്റ്റ്, പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫനൊക്കെയായി പടം എടുത്തുള്ളത്. ചെങ്ങാതി പോയിട്ട് വെറുതെ ആലോചിച്ച് കൊടുക്കില്ല. നോക്കാം. മഹേഷ് മധു, നജിക് പ്രൈം, ബാലു, ഇതിനേക്കാളും വലിയ സെൻട്രയിലേക്കാ. അതൊരു നരകമാണോ? വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങി ഒളിഞ്ഞോട്ടം. എന്തൊക്കെ ചെയ്യണേ കപ്പ്യാർക്ക്. മടുത്തു. കള്ളൻ കള്ളൻ തുറക്ക് തുറക്ക്. സാം CS മ്യൂസിക്. ഇങ്ങോട്ടൊരാൾ കേറിയിട്ടുണ്ടോ? ഒരു പെങ്കൊച്ചാണ്. ഒളിച്ചോടിയതാ? എങ്കിൽ പിന്നെ ഒന്നും സംശയിക്കാനില്ല, ഇത് ഗർഭം തന്നെ. സത്യം പറ, നീ ഗർഭിണിയല്ലേ? അങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു. അവളെ തന്നെ ഭീഷണിപ്പെടുത്തണം. ഞാൻ അറിഞ്ഞ് തന്റെ വീരസാഹസിക കൃത്യങ്ങളൊക്കെ കൊന്ന് കൊക്കയിലെറിയും ഞാൻ. അച്ഛന് വലിയൊരു പണി വരുന്നുണ്ട്, ഒരു മുട്ട പണി. ഇതിലും വലിയ പണി എനിക്ക് കിട്ടാന്. ഇതൊന്നല്ല അച്ഛൻ പണി. അച്ഛൻ വെയിറ്റ് ചെയ്യും. കറങ്ങുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അവൻ അന്ന് അത് കേട്ടു. മഹേഷ് മധു, നടക്കും നടക്കട്ടുമേ, ഇരുട്ടിന് നീതി മറയട്ടുമേ. ജനുവരി 10 പടം ഉണ്ട് കേട്ടോ. ഇവിടെ അർജുൻ അശോകന്റെ ക്യാരക്ടർ ഉണ്ട്, ഒരു സൈക്കോപാത്ത് ക്യാരക്ടർ. നമ്മള് രോമാഞ്ചത്തിലൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറായിട്ട് തോന്നിയത്. ബാലു വർഗീസ് എന്നൊരു ഫാദർ, ആള് ചെറുപ്പാണ്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പ്രശ്നത്തിലേക്ക് ആടുന്നൊരു ട്രാൻസ്ഫർ, അവിടെ എത്തിപ്പെടുന്ന വേറെ സ്ഥലത്തേക്കാണ്, അത് ഗംഭീരമായ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അനശ്വരരാജൻ, വിഹിതം എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. പടമുണ്ട്, ജനുവരി 10 പടമുണ്ട്. എനിക്ക് ഭയങ്കര രസം തോന്നി. എൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ട്രെയിലർ ഒന്നുകൂടി രസമാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കട്ട വെയിറ്റിംഗ്.